ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ് 22-ാം തീയതി ആണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്നതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ചില മാറ്റങ്ങൾ, അതായത് ആരായിരിക്കും സ്പീക്കർ പദവിയിലേക്ക് എത്തുക എന്നതൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ വരുന്നത് VT ബൽറാം സ്പീക്കറാകാൻ സാധ്യത എന്നതാണ്. കഴിഞ്ഞ തവണ AN ഷംസീറിനെ പോലെ ഒരു യുവാവാണ് സഭയെ നയിച്ചതെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ മറ്റൊരു യുവാവ് ഇപ്പോൾ വീണ്ടും സ്പീക്കറായേക്കുമെന്ന സൂചനയാണുള്ളത്. ആരോഗ്യം ഏറ്റെടുക്കാൻ വിമുഖതയുണ്ട് എന്ന് കെ മുരളീധരൻ അറിയിച്ചതായും ചില സൂചനകൾ പുറത്തു വരികയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വകുപ്പായിരുന്നു ആരോഗ്യ വകുപ്പ്. വൈദ്യുതി വകുപ്പ് ഏറ്റെടുക്കാനാണ് സാധ്യതയെന്നതാണ്. നേരത്തെയും വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ്. അതുകൊണ്ട് വൈദ്യുതി വകുപ്പിനോട് സാധ്യതയുണ്ട് എന്നതാണ്. ഇതിനിടെ റവന്യൂ വകുപ്പിന് വേണ്ടി അവകാശവാദവുമായി സണ്ണി ജോസഫ് രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം സണ്ണിയെ ആരോഗ്യമന്ത്രി ആക്കണം എന്നാണ് മറ്റൊരു വിഭാഗം മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം എന്നതാണ്. സണ്ണി ജോസഫ് ആരോഗ്യം ഏറ്റെടുത്താൽ PC വിശ്വനാഥ് റവന്യൂ മന്ത്രി ആയേക്കുമെന്ന സൂചന കൂടിയുണ്ട്. ഇതോടെ ചാണ്ടി ഉമ്മന്റെ മന്ത്രിസ്ഥാനം തുലാസിലാവുകയും ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ഈ മന്ത്രിസഭയിൽ ഒന്നാകെ ചില പൊളിച്ചെഴുത്തലുകൾക്ക് സാധ്യതയുണ്ട്. മുൻ നിശ്ചയിച്ചതിനപ്പുറത്തേക്ക് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിലും മാറ്റമുണ്ട്. VV അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ചില പേരുകൾ ഒഴിവാക്കപ്പെടുകയാണോ? അതിനപ്പുറത്തെ വകുപ്പുകൾ, ഇപ്പോൾ ചാണ്ടി ഉമ്മൻ്റെയൊക്കെ പേര് അവസാനം പട്ടികയിലേക്ക് എത്തിയതാണ്. അങ്ങനെയെങ്കിൽ ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കേണ്ട സാഹചര്യമാണോ? അതിനപ്പുറത്ത് എന്തു വകുപ്പ് കൈകാര്യം ചെയ്യുമെന്നത് സംബന്ധിച്ചാണോ ഇപ്പോൾ വ്യത്യസ്തമായ ചർച്ചകൾ നടക്കുന്നത്? അഭിലാഷ്, ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിലേക്ക് കോൺഗ്രസ് മന്ത്രിസഭാ രൂപീകരണം വരികയാണ്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമുണ്ടാകും. VT ബൽറാം VD സതീശനെ അനുകൂലിച്ച നേതാവാണ്. അദ്ദേഹത്തിന് വലിയ പിന്തുണ അവസാന ഘട്ടങ്ങളിലൊക്കെ നൽകിയ നേതാവാണ്. തൃത്താല തിരിച്ചുപിടിച്ചു വന്ന VT ബൽറാമിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനായിരുന്നു VD സതീശന് താല്പര്യം. പക്ഷേ അവിടെ സമവാക്യങ്ങൾ അതിന് അനുയോജ്യമല്ല. അതുകൊണ്ട് തന്നെ പക്ഷേ VT ബൽറാമിനെ VD സതീശൻ തഴയുന്നില്ല. പകരം സ്പീക്കർ സ്ഥാനത്തേക്ക് ബൽറാമിനെ കൊണ്ടുവരാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാക്കാനോ നേരത്തെ ആലോചന. പക്ഷേ തിരുവഞ്ചൂരിനെ മന്ത്രിസഭയിലേക്ക് വേണമെന്ന് KC പക്ഷം ഉറച്ച നിലപാടെടുക്കുന്നതും ഇത്തരമൊരു മാറ്റത്തിന് കാരണമാണ്. അങ്ങനെയെങ്കിൽ VD സതീശൻ മന്ത്രിസഭയിലേക്ക് തിരുവഞ്ചൂർ വരും. പകരം സ്പീക്കർ സ്ഥാനത്തേക്ക് VT ബലറാമും വരും. ആ രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ വരാനും സാധ്യത ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കെ മുരളീധരന്റെ മന്ത്രിസ്ഥാന വകുപ്പാണ്. അദ്ദേഹം ആരോഗ്യവകുപ്പ് മന്ത്രിയാകുമെന്നാണ് സൂചനകൾ വന്നത്. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറല്ല എന്നിപ്പോൾ നേതൃത്വത്തെ അറിയിച്ചതാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ ആരോഗ്യവകുപ്പ് പ്രധാനപ്പെട്ട നേതാവായ KPCയുടെ അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫിലേക്ക് വരും. സണ്ണി ജോസഫ് നേരത്തെ റവന്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ റവന്യൂവിന് പകരം ആരോഗ്യവകുപ്പിലേക്ക് സണ്ണി ജോസഫ് KPCയുടെ അധ്യക്ഷൻ മുതിർന്ന നേതാവ് വരും. അപ്പോൾ റവന്യൂ വകുപ്പ് പിന്നീട് PC വിഷ്ണുനാഥിലേക്ക് പോകാനാണ് സാധ്യത. റവന്യൂ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് അത്. PC വിഷ്ണുനാഥ് റവന്യൂ വകുപ്പ് മന്ത്രിയാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. റവന്യൂ വകുപ്പിന് വേണ്ടി സണ്ണി ജോസഫ് അവകാശവാദം ഉന്നയിച്ചു. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു മാറ്റത്തിലേക്ക് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുന്നു. മറ്റൊന്ന്, ചാണ്ടി ഉമ്മൻ തഴയപ്പെടുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ് പുറത്തു വരുന്നത്. ചാണ്ടി ഉമ്മനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്നായിരുന്നു സൂചനകൾ. പക്ഷേ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ മന്ത്രി ആയേക്കില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ചാണ്ടി ഉമ്മനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്താൻ അല്ലെങ്കിൽ ഉൾപ്പെടുത്താതിരിക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. അതിന് കാരണം ചില സാമുദായിക സമവാക്യം കൂടിയാണ് എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിലേക്ക് വരില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു ധാരണ. ഏറ്റവും നിർണായക ചർച്ച KPC ആസ്ഥാനത്ത് തുടരുകയാണ്. രഞ്ജിത് രാമചന്ദ്രൻ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ അവിടെ വളരെ പ്രധാനപ്പെട്ട കൂടിയാലോചന നടക്കുന്നു. ഇനി കോൺഗ്രസിനെ പ്രതിസന്ധിയാക്കുന്ന UDFിനെ പ്രതിസന്ധിയാക്കുന്ന ഒരു നീക്കം കൂടി ഇപ്പോൾ ഘടാശിയുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. ആ പ്രതികരണം നമുക്കവിടെ ലഭ്യമായിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അതായത് മാണി സി കാപ്പൻ തന്റെ 5 വർഷ മന്ത്രിസ്ഥാനം തന്നെ വേണം, 2.5 വർഷം എന്ന ടേം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് UDFിനെ പ്രതിരോധത്തിലാക്കുകയാണ്, പ്രതിസന്ധിയിലാക്കുകയാണ്. 5 വർഷം തന്നെ മന്ത്രിസ്ഥാനം വേണം, ടേം മന്ത്രി വ്യവസ്ഥ അംഗീകരിക്കില്ല. ഇക്കാര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. VD സതീശൻ തന്നോട് തന്നെ അക്കാര്യം താൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്ന കാറിൽ ഇപ്പോൾ അദ്ദേഹം സഭാ ആസ്ഥാനത്ത് പട്ടം ബിഷപ്പ് ഹൗസിൽ മലങ്കര സഭയുടെ ആസ്ഥാനത്ത് നേരത്തെ വന്നിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത്. അങ്ങോട്ട് പോകുന്ന കാറിലായിരിക്കില്ല, കൊടിവെച്ച കാറിൽ ഞാൻ തിരിച്ചു വരും എന്ന് രമേശ് ചെന്നിത്തല നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പറഞ്ഞവർ വാക്കുപാലിക്കണം, എന്നോട് മന്ത്രിസ്ഥാനം നൽകുമെന്ന് പറഞ്ഞവർ വാക്കുപാലിക്കണമെന്ന മുന്നറിയിപ്പ് രൂപത്തിലുള്ള ഒരു നിലപാട് ഇപ്പോൾ മാണി സി കാപ്പൻ നൽകുകയാണ്. ടീം UDF എന്നാണ് എപ്പോഴും VD സതീശൻ പറയുന്നത്. നമ്മൾ നേരത്തെ റിപ്പോർട്ട്
റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. അതായത് മാണി സി കാപ്പൻ്റെ പ്രതികരണവും രഞ്ജിത്തും അക്കാര്യം പങ്കുവെക്കുകയും ചെയ്തു. ഇതിപ്പോൾ മാണി സി കാപ്പൻ ഒരു ഭാഗത്ത് ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അനൂപ് ജേക്കബും അത്തരത്തിൽ അതൃപ്തിയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അവർക്കൊക്കെ സമ്മർദ്ദം ചെലുത്തുന്നതിന് ഒരു പരിധി ഉണ്ടാകുമല്ലോ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലം മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ. അതേസമയം കോൺഗ്രസിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ CR മഹേഷിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഏതെങ്കിലുമൊക്കെ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിൽക്കാത്തവർക്ക് ഇടം ലഭിക്കാത്ത പശ്ചാത്തലമാണുള്ളത്. അതുകൊണ്ടാണ് CR മഹേഷിനെ പരിഗണിക്കാതെ പോയത് എന്ന ആക്ഷേപം CR അനൂപും മഹേഷുമായി ബന്ധപ്പെട്ട് ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ്റെ പേര് മന്ത്രിസഭയിലേക്ക് വന്നതാണ്. അവിടെ നമുക്കറിയാം ചാണ്ടി ഉമ്മനുമൊക്കെ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയൊക്കെ ഒരു കൃത്യമായ ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്നുവെങ്കിൽ ചാണ്ടി ഉമ്മനിലേക്ക് വരുമ്പോഴൊക്കെ അതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു പ്രവർത്തന രീതിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ആളുകൾ അവഗണിക്കപ്പെട്ടാൽ അത് വീണ്ടും കോൺഗ്രസിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യമല്ലേ? ചാണ്ടി ഉമ്മൻ കൃത്യമായ ഗ്രൂപ്പ് ഇപ്പോൾ ഉണ്ട്. നേരത്തെ VD സതീശനോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചെങ്കിലും ഇപ്പോൾ KC വേണുഗോപാലിനൊപ്പം തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയ വിവരം. അങ്ങനെ തന്നെയാണ് അത് കോൺഗ്രസ് നേതൃത്വം കാണുന്നതും. പക്ഷേ ചാണ്ടി ഉമ്മനെ പരിഗണിച്ചു വന്നപ്പോൾ ചില സമവാക്യങ്ങളിൽ പ്രശ്നമുണ്ടായി. അതുകൊണ്ട് ചാണ്ടി ഒഴിവാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തർക്കമുണ്ടായിട്ടുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അത്തരം ചില സൂചനകൾ കൂടി നമുക്ക് ലഭിക്കുന്നു. പക്ഷേ അതൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. VD സതീശനുമായൊക്കെ ചില അഭിപ്രായ ഭിന്നതകൾ ചാണ്ടി ഉമ്മന് അവസാന ഘട്ടത്തിൽ ഉണ്ടായ തരത്തിലുള്ള ചില വിവരങ്ങൾ. പക്ഷേ അതിൽ ഒരു വ്യക്തത കൂടി കുറച്ചുകൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പക്ഷേ ചാണ്ടി ഉമ്മനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ചാണ്ടി ഉമ്മനോട് ഇക്കാര്യം നേരിട്ട് അറിയിച്ചിട്ട് മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നും ഇല്ല എന്നുമുള്ള ഒരു അറിയിപ്പ് ഇതുവരെ ചാണ്ടി ഉമ്മന് ലഭിച്ചിട്ടില്ല. പക്ഷേ ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിൽ ഉണ്ടാകില്ല എന്ന ശക്തമായ സൂചന തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. റോജി എം ജോൺ അടക്കം പേരുകൾ പരിഗണിച്ചിരുന്നു. പക്ഷേ റോജി എം ജോണിന്റെ കാര്യത്തിലും ചില അനിശ്ചിതത്വങ്ങൾ. തീർച്ചയായും അവിടെ അരുൺ ഈ പേരുകൾ മാറ്റപ്പെടുമ്പോൾ നേരത്തെ നമുക്കറിയാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു പക്ഷേ സ്പീക്കർ പദവിയിലേക്ക് എത്താം, അതിനുള്ള സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ VT ബൽറാം ആണല്ലോ ഇപ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്ക് എന്ന സൂചനയാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ തിരുവഞ്ചൂരിന് മന്ത്രിസഭയിൽ ഇടം ലഭിക്കുകയും അങ്ങനെ ഒരു വകുപ്പിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഉള്ള മാറ്റങ്ങളാണോ? ഏത് തരത്തിലാണ് ഈ മാറ്റങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതിൽ വ്യക്തതയുണ്ടോ അരുൺ? തീർച്ചയായിട്ടും വകുപ്പുകളിൽ മാറ്റമുണ്ടാകും. നേരത്തെ പറഞ്ഞതിനപ്പുറത്തേക്കുള്ള ചില നിർണായകമായ തീരുമാനങ്ങൾ ഇനി ഉണ്ടാകേണ്ടതുണ്ട്. നേരത്തെ PC വിഷ്ണുനാഥിന് ഉന്നത വിദ്യാഭ്യാസം അടക്കമുള്ള വകുപ്പുകളാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ആ വകുപ്പുകൾക്ക് അപ്പുറത്തേക്കുള്ള ചില പ്രധാന വകുപ്പുകൾ കൂടി ചുമതല ലഭിക്കുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. M ലിജുവിന് എക്സൈസ് ആണ്, അതിൽ മാറ്റമുണ്ടാകാനിടയില്ല. സഹകരണ എക്സൈസ് വകുപ്പുകളാകും ലിജു ലഭിക്കുക. ലിജുവിനെ സഹകരണം നേരത്തെ ഘടകകക്ഷികൾക്ക് കോൺഗ്രസ് നൽകിക്കൊണ്ടിരുന്ന വകുപ്പാണ്. ഇത്തവണ അതവർ അത് ഏറ്റെടുക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ് സഹകരണം, അതവർ ഏറ്റെടുക്കുകയാണ്. ഈ നേരത്തെ പറഞ്ഞു കേട്ട വകുപ്പുകളിൽ ഇനിയും മാറ്റമുണ്ടാകാം എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ചർച്ചകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകളും വിവരങ്ങളും. ഇപ്പോൾ നിർണായകമായ യോഗം നമ്മുടെ KPCCയിൽ ചേരുന്നുണ്ട്. അതിലാകും ഒരു അന്തിമ ധാരണ ഉണ്ടാവുക. ഇനി ഏതാനും സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഗവർണറുടെ അപ്പോയിന്റ്മെന്റ് 2 മണിക്കാണ്. ഏതാണ്ട് 2.5 മണിക്കൂറിന്റെ മാത്രം വ്യത്യാസം. പക്ഷേ അതിന് വേണ്ടി വന്നാൽ സമയം നീട്ടി ചോദിക്കാനൊക്കെ ഉള്ള അവസരമുണ്ട്. അതുകൊണ്ട് ഈ 2 മണിക്ക് തന്നെ കാണുമ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.